ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. ലാസ്റ്റ് എപ്പിസോഡിൽ ഹീറോ ഒരു ഗേൾ ഫ്രണ്ടിനെ വേണമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു പോസ്റ്റ് കണ്ട് ഹീറോയുടെ അടുത്ത് ക്വിൻഷി ആയിരുന്നു വന്നിരുന്നത്. ക്വിൻഷിക്കും ഇപ്പൊ ഹീറോനെ കൊണ്ട് ആവശ്യമുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് നിന്നൂടാന്നൊക്കെ ക്വിൻഷി വന്ന് ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ഒട്ട് സമ്മതിക്കുന്നില്ല. നീ ഒരു ലോയറാണ്, നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് കാര്യങ്ങളെല്ലാം വളച്ചൊടിക്കും. ഒരു ലോയറിനെ വിശ്വസിക്കാനേ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയാ. ഇത് കേട്ട ഉടനെ ക്വിൻഷിയും, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാന്ന്, തന്റെ ഫോട്ടോ കാട്ടി എന്റെ ഹസ്ബൻഡ് ആണെന്ന് പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ നുണ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നല്ലതിനു വേണ്ടി മാത്രമാണ്. എന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാ അന്ന് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഞാൻ കോർട്ടിലും മറ്റും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യായത്തിന് വേണ്ടി മാത്രമായിരിക്കും. എല്ലാ വക്കീലന്മാരും നിങ്ങൾ കാണുന്ന പോലെ അല്ല. ന്യായം ചെയ്യിക്കാനായിട്ട് ചിലർ നുണ പറഞ്ഞു എന്നിരിക്കും. അത് സത്യം ചെയ്യിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് കാരണം താൻ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ക്വിൻഷി ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ക്വിൻഷി പോയ ഉടനെ കൂട്ടുകാരൻ വളവെള്ളാന്ന് പറയാൻ തുടങ്ങി. നിനക്കെത്താടെ പ്രാന്തുണ്ടോ? ഇത്രയും നല്ലൊരാളുള്ളപ്പോ നീ എന്തിനാ വേറെ ഒരാളെ തപ്പി നടക്കുന്നത്? ഇതാകുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോവാലോ. ഇതിപ്പോ രണ്ടുപേർക്കും ഉപകാരം ഉള്ളതുകൊണ്ട് ഇതിലിപ്പോ നിനക്ക് എന്താ പ്രശ്നം വരുന്നത്? അതുമല്ല ഇത് ലൈഫ് ലോങ് ഉള്ളതല്ലല്ലോ, കോൺട്രാക്ട് മാത്രമല്ലേ, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ ഒരുപാട് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് ശരിയാന്ന് തോന്നി. അവിടെ സീൻ കട്ടാക്കി ക്വിൻഷിക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ നാളെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ കപ്പിൾസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അവിടേക്ക് ക്വിൻഷിക്ക് പോകണമെങ്കിൽ ഇപ്പൊ ഹീറോനെ കൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഹീറോ ക്വിൻഷിനെ കോൾ ചെയ്യുന്നുണ്ട്. നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ രണ്ടുപേരും മീറ്റ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ സിറ്റുവേഷൻസും പറഞ്ഞു. ഹീറോയുടെ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഇതിപ്പോ എന്നെക്കാട്ടിലും കഷ്ടം തന്റെയാണല്ലോ. എന്താണെങ്കിലും ഞാൻ ഓക്കെയാണ്. ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞേക്കുന്നത് പ്രകാരം എന്റെ കൊളീഗ്സിന്റെ ആൾക്കാരുടെ മുമ്പില് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും, തന്റെ വീട്ടില് നമ്മൾ ലവേഴ്സും ആയിരിക്കും. ഈ കോൺട്രാക്ട് എല്ലാം നന്നായിട്ട് വായിച്ചിട്ട് സൈൻ ചെയ്തു പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ പുതിയൊരു കോൺട്രാക്റ്റിൽ കൂടെ സൈൻ ചെയ്തു. ഏത് ഡ്രാമ നോക്കിയാലും മിനിമം 10 കോൺട്രാക്റ്റിലും കാണും. അങ്ങനെ അവരുടെ ഡീലിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നത് ഹീറോയുടെ വീട്ടിലേക്കാ. അമ്മയുടെ അടുത്ത് ക്വിൻഷിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ തുടങ്ങി. ഇവൾ എന്നെക്കാട്ടിലും 6 വയസ്സിന് മൂത്തതാണ്. പിന്നെ ലോയർ ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് കുടുംബമൊന്നും അധികം നോക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞോണ്ടിരിക്കുക. ഇതെല്ലാം കേൾക്കുന്ന അമ്മയ്ക്ക് കൂടുതൽ ടെൻഷൻ ആക്കുക. ഉടനെ ഹീറോനെ വിളിച്ചുകൊണ്ട് പോയിട്ട്, നിനക്കെന്താ ഹാങ് ബട്ടുണ്ടോ? നീ എന്തിനാ ഈ പെണ്ണിനെ സ്നേഹിച്ചത്? വേറെ ആരും കിട്ടിയില്ലേ? നീ കല്യാണമേ കഴിക്കണ്ട, നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എന്നാലും ഇത്രയും മൂത്ത പെണ്ണിനെ കെട്ടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഹീറോയുടെ അടുത്ത് കല്യാണമേ കഴിക്കണ്ടെന്ന് പറയുന്ന രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുക. നോക്കി ഇതെല്ലാം ഹീറോയുടെ സ്വപ്നമായിരുന്നു. ഹീറോ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. എന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എല്ലാം നേരെ തിരിച്ചാ. ക്വിൻഷിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞ ഉടനെ അമ്മയ്ക്കും അച്ഛനും ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. എപ്പോഴാ മാരേജ് എന്ന് ചോദിച്ചാൽ ഇവർ 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയാ. അമ്മ അത് കേട്ടതും, എന്തിനാ 1 വർഷമൊക്കെ, നമുക്കൊരു 3 മാസമൊക്കെ പോരെ. ക്വിൻ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനായിരിക്കും ഈ വേൾഡിലെ തന്നെ ബെസ്റ്റ് മദറിലോ. എന്റെ സ്വന്തം മോളായിട്ട് അല്ല, എന്റെ മോളായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് പിള്ളേരുണ്ടായാലും ഞാൻ തന്നെ നോക്കിക്കോളാം. ജോലിക്കൊക്കെ പോവാലോ. പിന്നെ അതൊന്നും പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് എന്തിനാ ഇത്രയും 1 വർഷം നീട്ടി വെക്കുന്നത്? നമുക്ക് പെട്ടെന്ന് തന്നെ നടത്താലേന്ന് ചോദിക്കുക. ഹീറോ ആണെങ്കിൽ ഈ അമ്മ എങ്ങനെ കറക്റ്റ് ആയിട്ട് ചെക്ക് വെക്കുന്നു എന്നുള്ള രീതിയിലാണ് നോക്കി നിൽക്കുന്നത്. കാരണം പാവം വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ. ക്വിൻഷി അമ്മയുടെ ഓഫർ ഒക്കെ കേട്ടിട്ട് എനിക്ക് നാളെ തന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണ് അമ്മേ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ക്വിൻഷി എന്നിട്ട് പറയാൻ തുടങ്ങി, അമ്മേ എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, വർക്കിൽ കല്യാണം കഴിഞ്ഞാലും നല്ല ബിസി ആയിരിക്കും. അതുകൊണ്ട് യാങ് എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ. യാങ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എനിക്കെല്ലാം പുറത്ത് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഞാൻ എന്തായാലും യാങ്ങിനെ കൊണ്ട് കല്യാണം കഴിയുമ്പോൾ എന്റെ വീട്ടിലേക്ക് പോകാം. എനിക്ക് തനിച്ചൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ ആകുമ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യമല്ലല്ലോ. അങ്ങനെ ചെയ്താ പോരെ അമ്മ എന്നൊക്കെ ചോദിക്കുക. അമ്മയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാലും യാങ് ജോലിക്ക് പോകുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. ഇവളെന്താ ദൈവമേ ഇങ്ങനെ പറയുന്നേന്നുള്ള രീതിയിലാ. എന്നാ അമ്മേനെ ചെക്ക് വെച്ചതുകൊണ്ട് ഹീറോയ്ക്ക് കുറച്ച് സന്തോഷമായി. എപ്പോഴും ജോലിക്ക് പോ, നിനക്ക് ജോലി ഇല്ലെങ്കിൽ പെണ്ണെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തോണ്ട് ക്വിൻഷി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് ശരിക്കും ഇംപ്രഷൻ തോന്നി. വണ്ടിയിൽ വരുന്ന സമയത്തും ക്വിൻഷിനെ നോക്കിക്കൊണ്ടിരിക്കുക. അതും ഒരു ക്യൂട്ട് ആയിട്ടുള്ള സ്മൈലോടെ. യാങ്, നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ കൊളീഗ്സിന്റെ അടുത്തൊക്കെ നീ ഒരു ഫിനാൻസ് മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത്രയും നാളും അബ്രോഡ് ആയിരുന്നു, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതിനെക്കാട്ടിലൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. 2.5 വയസ്സുള്ള ഒരു കുട്ടിയും നമുക്കുണ്ടെന്ന് പറയാം. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷവും 2.5 വയസ്സുള്ള കുട്ടിയോ? ഇതെങ്ങനെ പോസിബിൾ എന്നുള്ള രീതിയിലാണ് ഹീറോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ടൈമില് ഒരു വലിയ ഫയൽ എടുത്തു കൊടുത്തിട്ട് ഇതിന്റെ അകത്തുണ്ട് ഹസ്ബൻഡിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് അത് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അതിനകത്താണെങ്കിൽ നല്ല രീതിയിൽ നുണകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്വിൻഷി ഇപ്പൊ നേരെ വന്നിരിക്കുന്നത് ലാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു പാർട്ടിയിലേക്കാണ്. അതേ പാർട്ടിയിൽ ക്വിൻഷിയുടെ എക്സ് ബോയ് ഫ്രണ്ടും വന്നിട്ടുണ്ട്. ഇവന്റെ പേര് ടേ. ക്വിൻഷിയും ഹീറോയും നേരെ റൂമിലേക്ക് വന്ന് പാർട്ടിക്ക് വേണ്ടിയുള്ളതെല്ലാം റെഡിയാക്കാൻ തുടങ്ങി. പാർട്ടിക്ക് ചേർന്ന പോലെ ഗൗണൊക്കെ ഇട്ട് ക്വിൻഷി സെറ്റ് ആയിട്ട് വന്നു. ഹീറോയുടെ ഡ്രസ് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമുക്ക് പോയി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് അവിടുന്ന് തന്നെ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്ത് നല്ല പോഷ് ലുക്കായിട്ട് നേരെ രണ്ടുപേരും പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. പാർട്ടിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലെന്ന് ചോദിക്കുക. ഹീറോയ്ക്കും അതെല്ലാം ഓർമ്മയുണ്ട്. ഹീറോ ഇത്ര നാളും അബ്രോഡ് ഉള്ളതായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ക്വിൻഷി, അതെല്ലാം നിക്കട്ടെ, നീ ഇപ്പോ ഡയറക്റ്റ് പോയി ലാൻഡ് എടുത്ത് സംസാരിക്കരുത്. പകരം ആ
നിൽക്കുന്ന ആളെ കണ്ടോ? അയാൾ ഒരു വലിയ ബിസിനസ്മാൻ ആണ്. അയാളോട് വേണം ആദ്യം സംസാരിക്കാനായിട്ട്. അയാൾ വഴി വേണം ലാനിന്റെ അടുത്ത് പോവാന്ന് പറയാ. ക്വിൻഷി ഉടനെ എനിക്കെന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, അയാൾ ആരാണെന്നും എനിക്കറിയില്ലല്ലോ എന്ന് പറയാ. ഹീറോയാണ് ക്വിൻഷിക്ക് വേണ്ടി അയാളോട് കയറി സംസാരിക്കാൻ തുടങ്ങുന്നത്. പതിയെ ക്വിൻഷി അയാളുടെ അടുത്തേക്ക് വരാൻ പോകുമ്പോ ടേ അവിടെ നിൽക്കുന്നത് കാണുന്നത്. ടേയെ കണ്ടതും അവളൊന്ന് പതറി. എന്നാൽ വീണ്ടും ആത്മവിശ്വാസമൊക്കെ വരുത്തി ഹീറോയുടെ കൈയും പിടിച്ച് ഇദ്ദേഹം എന്റെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അധികമൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ലാൻ വന്ന് ആ ബിസിനസ്മാനെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങി. ലാനു ഇപ്പോഴാണ് ക്വിൻഷിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓ, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പതിവ് പോലെ 2 സെന്റൻസ് മാത്രം സംസാരിച്ച് ലാൻ അടുത്ത പണിക്ക് പോയി. എന്നാ ഇവിടെ ക്വിൻഷിനെയും ഹീറോനെയും ദഹിപ്പിക്കുന്ന പോലെയാണ് ടേ നോക്കി നിൽക്കുന്നത്. എന്നിട്ട് ഹീറോയുടെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ക്വിൻഷി ഉടനെ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് പോവാണ്. അവിടെ സീൻ കട്ടാക്കി ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ടേ അവന്റെ വീട്ടിൽ പോയി അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ ക്വിൻഷിനെ ലവ് ചെയ്യാണ്, ഞാൻ അവളെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ. എന്നാ അമ്മയോടനെ നീ ഈ പാവപ്പെട്ട പെണ്ണിനെ കെട്ടിയിട്ട് എന്തിനാ? അതും അവരുടെ ഫാമിലി സ്റ്റാറ്റസും ഫാമിലിയിലുള്ള ഡിവോഴ്സും കാര്യങ്ങളും ഒക്കെ ആൾക്കാരടുത്ത് പോലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫാമിലി എന്നുള്ള അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ സമ്മതിക്കാനെന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരുപാട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം പുറത്ത് നിൽക്കുന്ന ക്വിൻഷി കേട്ടോണ്ടിരിക്കുകയാണ്. അവക്കും അധികം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. ടേയും പുറകെ പോയി നോക്കുന്നുണ്ടെങ്കിലും അവളെ കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെ സീൻ കട്ടാക്കി ക്വിൻഷി ടേനെ കണ്ടത് മുതൽ ശരിക്കും നെർവസ് ആണ്. കറക്റ്റ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ടേ ക്വിൻഷിനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് മെൻസ് ടോയ്ലറ്റിന്റെ അവിടെ വന്ന് നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കാം. ക്വിൻഷി ഉടനെ നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അതേ ആവശ്യത്തിന് തന്നെയാണ്. നീ എങ്ങനെ ലാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്? നീയും ചാരനെ നിർത്തിയിട്ടുണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കാം. ടേയു ഉടനെ ഇതെല്ലാം നിന്റെ അടുത്തുനിന്ന് പഠിച്ചാന്ന് പറഞ്ഞ് അവര് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ക്വിൻഷിനെ തപ്പി ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോനെ കണ്ടതും ക്വിൻഷി ഒന്നും മിണ്ടാതെ വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോനെ വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് ഹീറോ ക്വിൻഷിയോട് പറയാൻ തുടങ്ങി, ഇതേ നോക്കിയേ, നിന്റെ ഓഫീസ് വർക്കുകൾക്ക് ഹെൽപ്പ് ആകുമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ നിന്റെ എക്സിന്റെ അടുത്ത് തല്ലുണ്ടാക്കാനോ ഇടിമേടിക്കാനോ ഒന്നും എന്നെ കിട്ടത്തില്ല. വേണമെങ്കിൽ പോലീസിനെ വല്ല കോൾ ചെയ്ത് തരും, അത്രേ ചെയ്യത്തുള്ളൂ എന്ന് പറയാ. ഇതെല്ലാം കേൾക്കുന്ന ക്വിൻഷിക്കും ചിരി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, നീ വഴക്കിടൊന്നും വേണ്ട, എന്റെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെടാതിരുന്നാ മതി, അത് തന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിക്കോളും എന്നെല്ലാം പറഞ്ഞിട്ട് ക്വിൻഷി നേരെ ലാനിന്റെ അടുത്തേക്ക് വന്നിരിക്കുക. അവിടെ സീൻ കട്ടാക്കി ക്വിൻഷിയുടെ ചേട്ടന്റെയും ചേട്ടത്തിയമ്മയുടെ കാര്യം കാണിക്കുന്നത്. ചേട്ടൻ ചേട്ടത്തിയമ്മ മുറിയിലിരിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കയറി ആരെയോ ഫോൺ വിളിച്ചോണ്ടിരിക്കുക. ഇത് കറക്റ്റ് ആയിട്ട് വാഷ്റൂമിൽ പോകാൻ വന്ന് ചേട്ടത്തിയമ്മ കേൾക്കുകയും ചെയ്തു. പിന്നെ തീർന്നില്ലേ, മുടിക്ക് കുത്തിനു പിടിച്ച് ചേട്ടനെ പെരട്ടി എടുത്തു എന്ന് പറയാം. നെറ്റിന്ന് ചോര വരെ വന്നു. എന്നെ വിടടി രാക്ഷസി, നിന്നെ പോലുള്ള രാക്ഷസിമാരുടെ അടുത്ത് എങ്ങനെയാ മനുഷ്യന്മാർ ജീവിക്കുന്നത്? എത്രയും പെട്ടെന്ന് ഞാൻ നിനക്ക് ഡിവോഴ്സ് തരുമെന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകാൻ തുടങ്ങി. പോയി കഴിഞ്ഞപ്പോ ചേട്ടത്തിയമ്മ ഇരുന്ന് കരയാ. പാവം, നല്ല സങ്കടമുണ്ട്. അവിടെ സീൻ കട്ടാക്കി ക്വിൻഷി ലാനിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എന്നാ എന്തിനാണോ വന്നത് ആ കാര്യം മാത്രം സംസാരിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് വർക്കുണ്ടെന്ന് പറഞ്ഞ് അവരവിടുന്ന് പോയി. ആ ടേബിളിലേക്ക് ടേ വന്നിരിക്കുന്നുണ്ട്. എന്നാൽ ടേനെ എങ്ങനെയും ഒഴിവാക്കണമെന്ന് കരുതി ഹീറോ വന്ന ഉടനെ ടേബിളിലിരുന്ന ഡിഷ് എന്താണെന്ന് പോലും നോക്കാതെ അതിൽ നിന്ന് ഒരു വാ കഴിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ ടേ മാറി മാറി ആ ഡിഷിലോട്ട് നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ക്വിൻഷി കഴിച്ചത് ബീഫ് ആയിരുന്നു. ക്വിൻഷിക്ക് എന്ന ബീഫ് അലർജിയാണ്. റൂമിൽ വന്നു കഴിഞ്ഞപ്പോ തന്നെ അവളുടെ മുഖത്തും ദേഹത്തും ഒക്കെ കുരുക്കൾ ഉണ്ടാവാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട ഉടനെ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അലർജി ആകുമെന്ന് അറിയാലോ, അപ്പൊ പിന്നെ മെഡിസിൻ എപ്പോഴും കൈ കരുത്തണ്ടേ? ഇതിന് എപ്പോഴാ മാറുന്നത്? ശരിക്കും നീയും ടേയും എന്തിനാ ബ്രേക്കപ്പ് ആയെന്ന് ചോദിക്കാം. ഈ ചോദ്യം കേട്ട ഉടനെ എന്താ എന്റെ കാര്യത്തിലൊക്കെ വല്ലാത്ത ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, എന്നെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടോ എന്നെല്ലാം ഒരു കളിയാക്കുന്ന രീതിയിൽ ക്വിൻഷി ചോദിച്ച ഉടനെ എങ്കിൽ ഓക്കെ, അതിനെപ്പറ്റി സംസാരിക്കണ്ട, ഇനി ഇവിടെ വന്ന കാര്യം എന്തായാലും സക്സസ് ആയില്ല, അതെന്തുകൊണ്ടാണ് നടക്കാതെ പോയത് എന്ന് സംസാരിച്ചാലെന്ന് പറഞ്ഞ് ഹീറോ കത്തിവെക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഹീറോയ്ക്ക് വല്ലാത്ത നോളജ് ആണെന്ന് തോന്നും. ഹീറോയുടെ കഥ കേട്ട് ക്വിൻഷിക്ക് ഉറക്കം വരാൻ തുടങ്ങി. എങ്ങനെയായാലും ഇത് തീർന്നാ മതി എന്നുള്ള രീതിയായി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? വണ്ടിയിൽ എന്റെ മെഡിസിൻ ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വരാമോ എന്ന് ചോദിച്ച് എന്തൊക്കെയോ കാരണം പറഞ്ഞ് ഹീറോനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഹീറോയും നേരെ കാറി വന്ന് നോക്കിയ വണ്ടി മെഡിസിൻ ഉണ്ട്, പക്ഷെ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരുന്നു. എങ്കിൽ പിന്നെ ഇത് മേടിക്കാന്ന് കരുതി മെഡിസിൻ മേടിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. ഇതേ ടൈമില് ജയ അവിടെ ഒരു ബാറിലിരുന്ന് ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ക്വിൻഷിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ക്വിൻഷി അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ വന്നത് കൊണ്ട് ടേ ശരിക്കും ഡിസ്റ്റർബ്ഡ് ആണ്. അന്ന് ക്വിൻഷി ടേയുടെ വീട്ടിൽ നിന്ന് പോയതേ പിന്നെ ക്വിൻഷി ടേയുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവന് തന്നെ തിരിച്ചു കൊടുക്കുകയും അവനെ ഇഗ്നോർ ചെയ്യുകയും ചെയ്തിരുന്നു. കോൾ ചെയ്താൽ എടുക്കില്ല, മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ഇല്ല, അങ്ങനെ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ടേയും പുറത്തേക്ക് പഠിക്കാനൊക്കെ പോയി ഇവര് തമ്മിലുള്ള റിലേഷൻ അങ്ങനെ ഇല്ലാതാകുകയായിരുന്നു. ആ കാര്യമൊക്കെ ഓർത്തോണ്ടിരിക്കുന്ന ടൈമിലാണ് ഹീറോ അതിലെ പോകുന്നത് കാണുന്നത്. മെഡിസിൻ മേടിക്കാൻ പോവാണെന്ന് പറഞ്ഞതും ഇത്രയും നാളായിട്ടും ക്വിൻഷിക്ക് ബീഫ് അലർജി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ, അത് കഴിക്കാതെ നോക്കേണ്ടതല്ലായിരുന്നു ചെയ്യേണ്ടത്. എന്തായാലും ഇത്രയും നാളായിട്ട് അറിയാത്തത് അത്ഭുതമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹീറോയുടെ അടുത്ത് സംസാരിക്കുക. ഹീറോയും ഒട്ടും കുറയാത്ത രീതിയിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്റെ വൈഫിനെ മറന്നിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇത്രയും നാളായിട്ടും നിങ്ങളെപ്പറ്റി ഒരു വാക്ക് പോലും അവൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, അതിനർത്ഥം അവൾ നിങ്ങളെപ്പറ്റി ഒട്ടും ചിന്തിക്കുന്നില്ല എന്നല്ലേ എന്ന് പറഞ്ഞ് ജയനെ ശരിക്കും നോസ് കട്ട് ചെയ്ത് പോയേക്കാണ് ഹീറോ. ഇവിടെ റൂമിൽ വന്നു കഴിഞ്ഞപ്പോ ഓൾറെഡി ക്വിൻഷി ഉറങ്ങിയിരുന്നു. അന്ന് നൈറ്റ്
അവിടെ ഉറങ്ങാൻ നോക്കുന്ന ഹീറോയ്ക്കാണ് ഉറക്കമൊന്നും നടക്കാത്തത്. കാരണം അത്രയ്ക്ക് കൂർക്കം വലിയ ക്വിൻഷിയുടേത്. ഒരു പോളെ കണ്ണടയ്ക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള സൗണ്ട്. അയ്യോ, ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എന്റെ ഉറക്കൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് നേരെ കാറി വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്വിൻഷി റെഡിയായി കാറിന്റെ അടുത്തേക്ക് വരികയാണ് ചെയ്തത്. ഹലോ സാർ, ഇവിടെ കിടന്നാണ് ഉറങ്ങിയത്, എന്താ താൻ കൂർക്കം വലിക്കുമെന്ന് ചോദിക്കുക. അടിപ്പാവിയെ, കൂർക്കം വലിച്ചു മനുഷ്യനെ ഓർക്കാഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കൂർക്കം വലിക്കുന്നായോ? കൊള്ളാലോ എന്നുള്ള രീതിയിലാ ഹീറോ നോക്കുന്നത്. എന്നിട്ട് നേരെ അവരിങ്ങോട്ട് പോന്നു. ഇവര് വന്നോണ്ടിരിക്കുന്ന ടൈമില് ക്വിൻഷിക്ക് ഒരു കോള് വരുന്നുണ്ട്. കാറിൽ അത് അറ്റൻഡ് ചെയ്ത ചേട്ടത്തിയമ്മയായിരുന്നു വിളിക്കുന്നത്. ക്വിൻഷി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പൊ നിന്റെ ചേട്ടൻ ഡെഡ് ബോഡി ആകും. ഒരു ആംബുലൻസുമായിട്ട് കളക്ട് ചെയ്യാൻ വന്ന ബോഡിയെല്ലാം കിട്ടും, അല്ലെ ഞാൻ അതും കത്തിച്ചു കളയെന്ന് പറഞ്ഞ് കോള് കെട്ടാക്കോ. ഹീറോയും ഉടനെ, ശരിക്കും ആലടി ഇപ്പൊ കൊല്ലാൻ പോവാന്നല്ലേ പറഞ്ഞത്? ശരിക്കും എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ, ഇന്നലെ വീട്ടിൽ നിന്ന് പിണങ്ങി പോയേക്കുന്നത് ഒരു പബ്ബിലേക്കായിരുന്നു. അവിടെ മൊത്തം ഡാൻസും കളിച്ച് പാർട്ടി നടത്തി ചേട്ടത്തിയമ്മയുടെ കാശ് മൊത്തം പൊടിച്ചു. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് കൊല്ലല്ലേ വേണ്ടത്. ആ കൊലപാതകം തടയാനായിട്ട് ക്വിൻഷി സ്പീഡി വണ്ടി ഓടിക്കാൻ തുടങ്ങി. ക്വിൻഷിയുടെ ഈ സ്പീഡിലുള്ള പോക്ക് കണ്ടിട്ട് മിക്കവാറും അവര് ഡെഡ് ബോഡി ആവുന്നതിന് മുമ്പേ ഇവര് ഡെഡ് ബോഡി ആകും തോന്നുന്നു. എന്നെ രക്ഷിക്കും, എനിക്ക് ഇപ്പൊ എന്റെ അമ്മേനെ കാണണേ, എനിക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞ് കാറിക്കൊണ്ടാണ് ഹീറോ പോകുന്നത്. വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാലും ഹീറോയ്ക്ക് ഒരു ലെവലും വന്നിട്ടില്ല. ഞാൻ ഇപ്പൊ ഛർദിക്കും, എന്നെ കൂട്ടാതെ നീ പോയിട്ട് വന്ന് പറഞ്ഞ് ക്വിൻഷിനെ തന്നെയാണ് പറഞ്ഞു വിടുന്നത്. എനിക്ക് ഹീറോനെ കാണുന്നതോടും ഭയങ്കര നിഷ്കുവായിട്ട് തോന്നുക. അങ്ങനെ ഹീറോനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ക്വിൻഷി ഇവിടേക്ക് വന്നേക്ക. ഇവിടെ വന്ന ചേട്ടത്തിയമ്മ ആ ബാറിലെ മാനേജറിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഇവിടെ കൊടുക്കുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വൈനാണെന്ന് അറിഞ്ഞല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ കൊടുക്കുന്നത് ഇല്ലീഗൽ ആണെന്ന് അറിയില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോന്ന് ചോദിക്കുക. ഉടനെ ആ മാനേജറും, അയ്യോ ഇല്ല, ഞങ്ങൾ ഇവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല, ഇതെല്ലാം ഒറിജിനൽ വൈനാണെന്ന് പറയാം. ഓഹോ, ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞ് ഫുഡ് ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കുന്നതായിട്ട് കാണിക്കുക. ഉടനെ ആ മാനേജർ, അയ്യോ മേഡം, എന്റെ കഞ്ഞില് പാറ്റിയിടല്ലേ, സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്താന്ന് ചോദിക്കുക. ക്വിൻഷി അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത്, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്നത് പോരാഞ്ഞിട്ട് എന്റെ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് പെടുത്തുവാണോ? കയ്യിലുള്ള ക്യാഷ് മുഴുവൻ ഊറ്റിയെടുത്തിട്ട് ഇപ്പൊ ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞാൻ ഇതെല്ലാം പിടിച്ചു കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ മേലെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടത്തില്ല എന്ന് പറയാ. എന്റെ പൊന്നു ചേച്ചിമാരെ, ഞാൻ എങ്ങനെയല്ലോ ഒക്കെ ജീവിച്ചു പൊക്കോട്ടെ. ഇനി മേല ഈ മുതലിനെ ഞാൻ ഇങ്ങോട്ട് കേറ്റത്ത് പോലും ഇല്ല. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയി എല്ലാം ഒന്ന് ക്ലിയർ ആക്കി തരണമെന്ന് പറയാ. ഇതെല്ലാം കേട്ടിട്ടുണ്ടെ രണ്ടുപേരും പോകുന്നുണ്ട്. പക്ഷെ വെറുതെ അല്ല പോകുന്നത്, അവിടെയുള്ള മിക്ക കുപ്പികളും തല്ലി പൊട്ടിച്ചിട്ടാ പോകുന്നത്. അവിടെ സിങ്കട്ടാക്കി ഇവിടെ ഹീറോനെയാണ് കാണിക്കുന്നത്. ക്വിൻഷിയുടെ ഡ്രൈവിങ്ങിനെ പറ്റി തന്നെയാണ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അവളൊരു റൗഡി ഗേൾ ആണെന്നാ തോന്നുന്നത്. ലോയറിനെക്കാട്ടിലും കൂടുതൽ റൗഡി പണിയാ ചേരുന്നത്. ഇവളുടെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലത് എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുന്ന ടൈമില് അമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്. ഹീറോ അത് പ്ലേ ആക്കി കേൾപ്പിക്കുമ്പോഴാണ്, അമ്മമ്മോനോട് ക്ഷമിച്ചു, നീ ഇനി വീട്ടിലേക്ക് വാ, ലോഡ്ജിലൊന്നും തങ്ങണ്ടെന്ന് പറഞ്ഞാണ് മെസ്സേജ്. ഈ കേൾക്കുന്നത് സത്യമാണോ കള്ളമാണെന്ന് ഹീറോയ്ക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടേ ഇരിക്കുക. ഇവിടെ ക്വിൻഷി ആണെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ വന്ന് നല്ല ഫുഡ് അടിയ. പാവം നമ്മുടെ ചേട്ടത്തിയമ്മ കടന്നില് കൊത്തി പോലെ മുഖവും വെച്ച് അവളുടെ അടുത്ത് സങ്കടമൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ക്വിൻഷിയുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ഈ ചേട്ടത്തിയമ്മ. ഇവര് ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെയാണ് ബ്രദറിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവര് കല്യാണം കഴിച്ചത്. ഇപ്പോഴും ക്വിൻഷിനെ ഓർത്തിട്ടാ ഇവള് മിക്ക കാര്യവും ഹോൾഡ് ചെയ്യുന്നത്. എന്നാ ക്വിൻഷി ഇതൊക്കെ കേട്ടിട്ട്, നിനക്ക് ഡിവോഴ്സ് ചെയ്ത് പൊക്കൂടെ, അവൻ ശരിക്കും ഒരു സ്റ്റുപ്പിഡാന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. ഏട്ടത്തിയമ്മ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തിയമ്മയുടെ ഉള്ളില് ബ്രദറിനോട് ഇപ്പോഴും നല്ല സ്നേഹമുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡൊക്കെ മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.